നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ വേണ്ടത് വേഗത്തിൽ സംഭവിക്കാത്തത്? അതിന്റെ ശരിക്കുള്ള അർത്ഥം ഇതാണ്: ഞാൻ എന്നെക്കുറിച്ച് മനസ്സിൽ കണ്ട സ്വപ്നത്തിനനുസരിച്ച് എന്റെ ഇപ്പോഴത്തെ ജീവിതം ഒത്തുപോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം വേഗം തന്നെ യാഥാർത്ഥ്യമായി കാണണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് നടക്കാതെ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മടുക്കുകയും നിരാശനാവുകയും ചെയ്യും. ഈയൊരവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നിങ്ങളുടെ സ്വപ്നം. രണ്ട്, നിങ്ങളുടെ യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ആദ്യം സ്വപ്നത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളോട് തന്നെ തുറന്നു ചോദിക്കുക, ഞാൻ വെച്ച ഈ പ്രതീക്ഷകൾ നടക്കാൻ സാധ്യതയുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ മാസം 40,000 രൂപയാണ് വരുമാനമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നു, 3 മാസം കൊണ്ട് ഞാനൊരു കോടീശ്വരനാകും. അത് നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ആ പ്രതീക്ഷ നിങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടും. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രതീക്ഷകൾ വെച്ചാൽ എപ്പോഴും നിരാശയാണ് ഫലം. കാരണം താമസിയാതെ നിങ്ങൾ പറയും, 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ, ഇപ്പോഴും 40,000-ൽ തന്നെ, എന്തുകൊണ്ടാണ് 1 കോടി കിട്ടാത്തത്? അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ദേഷ്യം നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് നടക്കാൻ സാധ്യതയില്ലാത്തൊരു സമയപരിധി നിങ്ങൾ വെച്ചതുകൊണ്ടാണ്. സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ശരിക്കും വിലപ്പെട്ട എന്തിനും കുറച്ചധികം സമയം കൊടുക്കേണ്ടതുണ്ട്. ഈ സത്യം നിങ്ങൾ അംഗീകരിച്ചാൽ പാനിക്കാകുന്നത് ഒഴിവാകും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ പുരോഗതിയിൽ മാത്രം ശ്രദ്ധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം: നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങൾ ഒന്നും വർക്കാവുന്നില്ല എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം. നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ ഇപ്പോഴത്തെ കഴിവുകൾ മതിയാകുമോ? ഇതൊരു ബാസ്കറ്റ്ബോൾ കളിയെപ്പോലെ ചിന്തിക്കുക. നിങ്ങൾക്കൊരു ചാമ്പ്യൻഷിപ്പ് നേടണം, പക്ഷെ നിങ്ങൾ കോർട്ടിൽ വെറുതെ ഓടി നടക്കുകയാണ്. അതൊരു പരിശ്രമമാണ്, പക്ഷെ പുരോഗതിയല്ല. നിങ്ങൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾ ഡ്രിബ്ലിംഗ് മെച്ചപ്പെടുത്തുന്നുണ്ടോ? കൃത്യമായി ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ശക്തി, വേഗത, കായികക്ഷമത എന്നിവയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ മികച്ച കളിക്കാർക്കൊപ്പം പരിശീലിക്കുന്നുണ്ടോ? ജയിക്കാൻ ആവശ്യമുള്ള കഴിവുകൾ നിങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ടോ? മിക്ക ആളുകളും തോൽക്കുന്നത് അവർ മടിയന്മാരായതുകൊണ്ടല്ല, അവർ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നേടാൻ ആവശ്യമായ കഴിവുകളില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറയും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത്? കാരണം കൂടുതൽ ചെയ്യുന്നത് ഉത്തരമല്ല, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ഉത്തരം. ഒരുപക്ഷേ നിങ്ങൾക്ക് സെയിൽസ് പഠിക്കേണ്ടതുണ്ടാവാം. ഒരുപക്ഷേ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടാവാം. ഒരുപക്ഷേ നിങ്ങൾക്ക് ബിസിനസ് പ്ലാനുകൾ, പൈസയുടെ കണക്ക്, ലീഡർഷിപ്പ്, മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ഒരുപക്ഷേ നിങ്ങൾക്ക് വേണ്ടത് മെന്റർമാരുടെ സഹായമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ കഴിവുകൾ കൂട്ടാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ചെറിയ വിജയങ്ങൾ നേടാൻ തുടങ്ങും, പിന്നെ വലിയ വിജയങ്ങൾ. അവസാനം തയ്യാറെടുപ്പും അവസരവും ഒന്നിക്കുമ്പോൾ നിങ്ങൾ ചാമ്പ്യൻഷിപ്പ് നിമിഷത്തിൽ എത്തിച്ചേരും. അവിടെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറും. ഈയൊരു വഴിയാണ് കാര്യങ്ങളെ ശരിക്കും വർക്കാക്കി മാറ്റുന്നത്. വെറുതെ തിരക്കിലായതുകൊണ്ടല്ല, വേഗതയെക്കുറിച്ച് പരാതി പറഞ്ഞതുകൊണ്ടുമല്ല, മറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ അഡ്ജസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ കഴിവുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് നേടുന്നത്. നിങ്ങളൊന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ചോദിക്കുക, എന്റെ തയ്യാറെടുപ്പ് റിയലിസ്റ്റിക് ആണോ? ഞാൻ വേണ്ടത്ര വേഗത്തിൽ പഠിച്ചു മുന്നോട്ടു പോകുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം നേടാൻ ആവശ്യമായ സ്കില്ലുകൾ ഞാൻ പഠിക്കുന്നുണ്ടോ? ഇതാണ് മാനസികമായ മാറ്റം, വിജയത്തിന്റെ പിന്നിലെ യഥാർത്ഥ എഞ്ചിൻ. നിങ്ങൾ വെറുതെ ഓടി നടക്കുന്നതിലൂടെ കാര്യങ്ങൾ സാധ്യമാകുന്നില്ല. നിങ്ങൾ കൂടുതൽ സ്മാർട്ടായി ചിന്തിക്കുകയും നിങ്ങളുടെ മനസ്സിനെയും കഴിവുകളെയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് നേടുന്നത്. അങ്ങനെയാണ് നിങ്ങൾ നിരാശയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഈ ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത്.